പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയായി കഴിയുന്ന അസം സ്വദേശിയുടെ മൊബൈൽ ഫോണിൽ 32 പാകിസ്ഥാൻ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചിൻ റിഫൈനറി ഉൾപ്പെടുന്ന ചിത്രങ്ങൾ. കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പരാതി പറയാൻ എത്തിയപ്പോൾ സംശയം തോന്നിയ പോലീസ് മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരൻ തന്നെ കുടുങ്ങിയത്. ഫോണിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തിയതിനാൽ ഇയാൾക്കെതിരെ പോക്സോ കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ പോലീസ് പിടികൂടിയ അസം സ്വദേശി മുബാറക് ഹുസൈൻ്റെ വിവരങ്ങൾ ATSഉം IBയും അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്ക് പാക് ബന്ധമുണ്ടോയെന്നും എന്തിനാണ് കേരളത്തിലെത്തിയതെന്നും പരിശോധിക്കുകയാണ്. പെരുമ്പാവൂരിലെ വാടക വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി പണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം 5 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അസം സ്വദേശിയായ മുഹമ്മദ് മുബാറക് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി പോക്കറ്റിലുണ്ടായിരുന്ന 37,000 രൂപ കവർന്നുവെന്നായിരുന്നു കേസ്. ബുധനാഴ്ച വൈകിട്ടാണ് തന്റെ പണം കവർന്നുവെന്ന പരാതിയുമായി ഇയാൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇതിനിടെ സംശയം തോന്നിയതിനെ തുടർന്ന് പരാതിക്കാരന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. പാകിസ്ഥാനിലെ മൊബൈൽ നമ്പറുകൾ ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വീഡിയോ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തതായി ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കണ്ടെത്തി. 2 മാസം മുൻപാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഫോൺ നമ്പറാണ് ഇതിന്റെ അഡ്മിൻ. ഇയാളുടെ മറ്റ് 5 വാട്സാപ്പ് ഗ്രൂപ്പുകൾ അശ്ലീല വീഡിയോകൾ കൈമാറുന്നതാണ്. ഇതിൽ പലരുമായും ദൃശ്യങ്ങൾ കൈമാറിയതായും വ്യക്തമായി. ഫോണിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ധാരാളം അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തി. ഇതിനെ തുടർന്ന് മുബാറക്കിനെതിരെ പോക്സോ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾ ഇതര സംസ്ഥാനക്കാർക്കിടയിലെ അനാശാസ്യ ഇടപാടുകളുടെയും ചീട്ടുകളി സംഘങ്ങളുടെയും ഏജന്റാണെന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഇതിനുവേണ്ടിയാണോ പാകിസ്ഥാനികൾ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നതെന്ന സംശയവും പോലീസിനുണ്ട്. ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്നറിയാൻ ATS, IB എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പതിനൊന്ന് വർഷം മുൻപ് കേരളത്തിലെത്തിയ ഇയാൾ 3 വർഷമായി പോഞ്ഞാശ്ശേരിയിലാണ് താമസം. പോഞ്ഞാശ്ശേരി സ്വദേശി അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് പ്രതി വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ പ്രതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ചീട്ടുകളി കേന്ദ്രത്തിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം 5 അംഗ സംഘം അതിക്രമിച്ചു കയറി പണം തട്ടിയെടുത്തത്. അസം സ്വദേശിയുടെ ഫോൺ തട്ടിയെടുത്ത കേസിൽ വെങ്ങോല സ്വദേശികളായ റിൻഷാദ്, സലാഹുദ്ദീൻ, ബേസിൽ, അനു, മുഹമ്മദ് സലീം എന്നിവരെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിൻഷാദ് മയക്കുമരുന്ന് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ്. News 18 കൊച്ചി.